കാൽപന്ത് കളിയുടെ ചരിത്ര വഴികളിൽ സ്വർണ്ണലിപികളാൽ സ്വന്തം പേര് കൊത്തിവെച്ച റോണോ ഇന്ന് തന്റെ 41ാം ജന്മദിനത്തിന്റെ തിളക്കത്തിലാണ്. മദീറയുടെ കടൽ കാറ്റേറ്റ് വളർന്ന ദരിദ്രത്തിന്റെ കൈപ്പുനൂർ കുടിച്ച ബാലിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ ചക്രവർത്തി പദത്തിൽ അനിഷേധനായി വാഴുന്നത് വിധിയെപ്പോലും പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. വീഴ്ചകളുടെ പടുകുഴിയിൽ നിന്ന് പതറാതെ ഉയർത്തിയിൽ നിൽക്കുന്ന മനുഷ്യയുടെ വിശ്വരൂപമായിട്ടാണ് കാൽപന്ത് ലോകം ഇന്ന് ആ മനുഷ്യനെ നോക്കിക്കാണുന്നത്. 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ ഫഞ്ചാലിലുള്ള ഒരു സാധാരണ കുടുംബത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവീറോ ജനിച്ചത്. ഒരു മുനിസിപ്പൽ തോട്ടക്കാരനായിരുന്ന പിതാവ് ജോസ് അവീറോയും പാചകക്കാരിയായിരുന്ന അമ്മ ഡോളറ സാന്റോസും അടങ്ങുന്ന കുടുംബം സാമ്പത്തിക സ്ഥിതിയിലായിരുന്നു. 4 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ക്രിസ്ത്യാനോ. ചെറുപ്പത്തിൽ വീടിനടുത്തുള്ള ഇടുങ്ങിയ തെരുവുകളിലായിരുന്നു റൊണാൾഡോയുടെ ഫുട്ബോൾ പരീക്ഷണങ്ങൾ. ശരിയായ ഫുട്ബോൾ വാങ്ങാൻ പണമില്ലാത്തതിനാൽ തന്നെ പഴയ തുണികൾ ചുരുട്ടിക്കൂട്ടിയും ടിൻകാനുകൾ ഉപയോഗിച്ചും അവൻ പന്ത് തട്ടി ശീലിച്ചു. പിതാവ് പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന അണ്ടോറിഞ്ഞ എന്ന ചെറിയ ക്ലബിലായിരുന്നു റൊണാൾഡോയുടെ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരം. 12ാം വയസ്സിൽ റൊണാൾഡോയുടെ ജീവിതം മാറിമറിഞ്ഞു. പോർച്ചുഗലിലെ പ്രശസ്ത ക്ലബായ സ്പോർട്ടിംഗ് ലിസ്ബൺ അവനെ ട്രയൽസിന് വിളിച്ചു. മകന്റെ കഴിവിൽ വിശ്വസിച്ച അമ്മ അവനെ ഒറ്റയ്ക്ക് ലിസ്ബണിലേക്ക് അയക്കുന്നുണ്ട്. 15ാം വയസ്സിൽ റൊണാൾഡോയുടെ കരിയറിന് ഭീഷണിയായി ഒരു ആരോഗ്യ പ്രശ്നം ഉടലെടുത്തു. റേസിംഗ് ഹാർട്ട് എന്ന രോഗാവസ്ഥ അവനെ വേട്ടയാടി. ഓടുമ്പോൾ ഹൃദയമിടിപ്പ് അമിതമായി വർദ്ധിപ്പിക്കുന്ന ഈ അവസ്ഥ കരിയർ തന്നെ അവസാനിപ്പിച്ചേക്കാവുന്ന ഒന്നായിരുന്നു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹം വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും പന്തടക്കവുമായി മൈതാനത്തേക്കിറങ്ങി. 2003 ഒരു വേനൽക്കാലത്താണ് റൊണാൾഡോയുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവ് സംഭവിക്കുന്നത്. സ്പോർട്ടിംഗ് ലിസ്ബണും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരത്തിൽ എതിർനിരയിലെ പ്രതിരോധ ഭടന്മാരെ വട്ടം കറക്കിയ ആ 18കാരനെ സാക്ഷാൽ സർ അലക്സ് ഫെർഗൂസന്റെ വിളിക്ക് ഉത്തരം നൽകാൻ അധികം സമയം വേണ്ടി വന്നില്ല. അങ്ങനെയാണ് അന്നത്തെ കാലത്തെ റെക്കോർഡ് തുകക്ക് ആ പയ്യൻ ഇംഗ്ലണ്ടിൽ ഓൾഡ് ട്രഫോർഡിലേക്ക് എത്തുന്നത്. യുണൈറ്റഡിലെത്തിയ റൊണാൾഡോക്ക് ഫെർഗൂസൻ നൽകിയത് ഇതിഹാസങ്ങളടിഞ്ഞ നമ്പർ 7 ജേഴ്സി ആയിരുന്നു. ജോർജ് ബെസ്റ്റും എറിക് കാന്റോണയും ഡേവിഡ് ബെക്കാമും അണിഞ്ഞ ആ ജേഴ്സിയുടെ ഭാരം താങ്ങാൻ തനിക്ക് കഴിയുമോ എന്ന് റൊണാൾഡോ ശങ്കിച്ചപ്പോൾ നിനക്കതിന് കഴിയുമെന്ന ഫെർഗൂസന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന് കരുത്തായത്. 2003 തന്റെ 18ാം വയസ്സിൽ സർ അലക്സ് ഫെർഗൂസന്റെ കീഴിൽ യുണൈറ്റഡിലെത്തിയ റൊണാൾഡോ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി വളർന്നത് ഓൾഡ് ട്രഫോർഡിലെ ആ ചുവന്ന ജേഴ്സിയിലായിരുന്നു. 2003 മുതൽ 2009 വരെയുള്ള തന്റെ ആദ്യഘട്ടത്തിൽ 3 പ്രീമിയർ ലീഗ് കിരീടങ്ങളും 1 ചാമ്പ്യൻസ് ലീഗും 1 ബാലൻഡിയോർ പുരസ്കാരവും അദ്ദേഹം നേടി. വേഗതയേറിയ നീക്കങ്ങളും അസാമാന്യമായ ട്രിബ്ലിങ്ങും കൊണ്ട് അദ്ദേഹം ആരാധകരുടെ പ്രിയപ്പെട്ട CR7 ആയി മാറി. സർ അലക്സ് ഫെർഗൂസൻ എന്ന ദീർഘദർശിയായ ശില്പി ചെത്തിമിനുക്കിയെടുത്ത അപൂർണ രക്തം ചുവന്ന ചെകുത്താന്മാരുടെ തട്ടകത്തിൽ പെയ്തിറങ്ങിയത് ഒരു വസന്തകാലമെന്ന പോലെയായിരുന്നു. കളിക്കളത്തിന്റെ പാർശ്വങ്ങളിലൂടെ മിന്നൽ പിണർപ്പ് പോലെ പാഞ്ഞെടുക്കുമ്പോൾ പ്രതിരോധ നിരകളെ വിറപ്പിച്ചുകൊണ്ട് റൊണാൾഡോ നടത്തിയ ട്രിബ്ലിങ്ങുകൾ ഒരു ഫുട്ബോൾ ആരാധകനും കൺകുളിർമ ഈക്കുന്നതായിരുന്നു. പന്ത് കാലുകൾക്കിടയിൽ ഒളിച്ചു കളിക്കുന്ന ചടുലത കണ്ട് ഫുട്ബോൾ ലോകം അമ്പരപ്പോടെ നോക്കി നിന്നു. 7ാം നമ്പർ ജേഴ്സിക്ക് പുതിയൊരു അർത്ഥം നൽകിയ കാലഘട്ടത്തിൽ ആരാധകരുടെ ഒരേയൊരു വികാരമായി അദ്ദേഹം മാറി. വായുവിൽ തങ്ങി നിന്ന് തൊടുക്കുന്ന ഹെഡറുകളും കാറ്റിന്റെ ദിശയെ വെല്ലുവിളിക്കുന്ന നക്കിൾ ബോൾ ഫ്രീ കിക്കുകളും അദ്ദേഹത്തിന്റെ കൈകളിലെ മൂർച്ചയേറിയ ആയുധങ്ങളായിരുന്നു. പ്രീമിയർ ലീഗിന്റെയും ചാമ്പ്യൻസ് ലീഗിന്റെയും കിരീടങ്ങൾ മാഞ്ചസ്റ്ററിന്റെ മണ്ണിലെത്തിച്ച ആ നായകൻ ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്കുള്ള ചവിട്ടുപടികൾ ഓൾഡ് ട്രഫോർഡിലെ ഓരോ പുൽനാമ്പുകളിൽ നിന്നുമാണ് ആരംഭിച്ചത്. മാഞ്ചസ്റ്ററിലെ മേഘങ്ങളെ സാക്ഷിയാക്കി ചുവന്ന കുപ്പായത്തിൽ ലോകം കീഴടക്കിയ ശേഷം സ്പെയിനിലെ ഉദയസൂര്യനെ തേടിയുള്ള റൊണാൾഡോയുടെ യാത്ര ഒരു സ്വപ്ന സംസ്കാരമായിരുന്നു. 2009 ഒരു ജൂലൈ മാസത്തിൽ സാന്റിയാഗോ ബെർണാബ്യൂവിലെ ഗാലറികൾ 80,000-ലധികം ആരാധകരാൽ നിറഞ്ഞു കവിഞ്ഞു. ഫുട്ബോൾ ലോകം അതുവരെ കാണാത്ത ആവേശത്തോടെയാണ് ആ പോർച്ചുഗീസ് നായകനെ റയൽ മാഡ്രിഡ് വരവേറ്റത്. തന്റെ പ്രിയപ്പെട്ട 7ാം നമ്പർ ജേഴ്സിയിൽ അദ്ദേഹം നടത്തിയ ഓരോ കുതിപ്പും മാഡ്രിഡിന്റെ ആകാശത്ത് പുതിയ വിജയഗാഥകൾ രചിച്ചു. ഓരോ ഗോളും ഓരോ റെക്കോർഡുകളുമായി മാറി. തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ബാലൻഡിയോർ പുരസ്കാരങ്ങളും ആ കാലഘട്ടത്തെ ഫുട്ബോളിന്റെ സുവർണയുഗമെന്ന് വിളിക്കാൻ ലോകത്തെ പ്രേരിപ്പിച്ചു. 9 വർഷം നീണ്ടുനിന്ന ആ പ്രയാണത്തിന് വിരാമമിട്ടുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിനോട് വിട പറയുമ്പോൾ അത്രമേൽ സങ്കടത്തോടെയല്ലാതെ ലോകത്തിനതിനെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. മാഞ്ചസ്റ്ററിൽ നിന്ന് ഒരു പ്രതിഭയായി വന്നവൻ മാഡ്രിഡിൽ എല്ലാമായി വളർന്നു. തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രായവും കരുത്തും മാഡ്രിഡിന് നൽകിയ ശേഷം കിരീടങ്ങൾ കൊണ്ട് ആ നഗരത്തെ മൂടിയ ശേഷമായിരുന്നു അയാളുടെ പടിയിറക്കം. സ്പാനിഷ് മണ്ണിലെ സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ ശേഷം 2018 തൻ്റെ 33ാം വയസ്സിൽ റൊണാൾഡോ ഇറ്റലിയിലേക്ക് എത്തിയപ്പോൾ പലരും ആശ്ചര്യപ്പെട്ടു.
എന്നാൽ വെല്ലുവിളികളെ പ്രണയിക്കുന്ന പോർച്ചുഗീസ് നായകന് ഇറ്റാലിയൻ ലീഗായ സിരിയയെ കീഴടക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. യുവന്റസിന്റെ കറുപ്പും വെള്ളയും കലർന്ന ജേഴ്സിയിൽ അദ്ദേഹം എത്തിയതോടെ ഇറ്റാലിയൻ ഫുട്ബോളിന് പുതിയൊരു ഉണർവ് ലഭിച്ചു. പ്രതിരോധ കോട്ടകൾക്ക് പേരുകെട്ട ഇറ്റാലിയൻ ലീഗിലും തന്റെ ഗോൾ വേട്ട തുടരാൻ അദ്ദേഹത്തിന് അധികം സമയം വേണ്ടി വന്നില്ല. യുവന്റസിനായി കളിച്ച 3 സീസണുകളിൽ 100-ലധികം ഗോളുകളാണ് അയാൾ നേടിയത്. 3 വ്യത്യസ്ത രാജ്യങ്ങളിലെ പ്രമുഖ ക്ലബ്ബുകൾക്കായി 100 ഗോളുകൾ തികക്കുന്ന ആദ്യ താരമെന്ന അപൂർവ നേട്ടം അയാൾ സ്വന്തമാക്കി. 2 സിരിയ കിരീടങ്ങളും യുവന്റസിന് നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. 2021 ആ ആഗസ്റ്റ് മാസം ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം തന്റെ പഴയ തട്ടകമായ ഓൾഡ് ട്രഫോർഡിലേക്ക് റൊണാൾഡോ മടങ്ങിയെത്തി. ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. തിരിച്ചുവരവിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഇരട്ട ഗോളുകൾ നേടി അദ്ദേഹം ആ വരവ് ഗംഭീരമാക്കി. ആ സീസണിൽ യുണൈറ്റഡിന്റെ ടോപ്പ് സ്കോറർ ആയെങ്കിലും ക്ലബിന്റെ പ്രകടനം മോശമായതും മാനേജ്മെന്റുമായുണ്ടായ അസ്വസ്ഥരങ്ങളും ആ ബന്ധത്തിനൽപ്പം കൈപ്പേറിയ അന്ത്യം സമ്മാനിച്ചു. യൂറോപ്പിലെ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയ ശേഷം 2023 തുടക്കത്തിൽ തന്നെ റൊണാൾഡോ സൗദി അറേബ്യയിലെ അൽ നാസർ ക്ലബിലേക്ക് ചേക്കേറി. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കരാറുകളിലൊന്നായിരുന്നു അത്. സൗദിയിലെത്തിയ അദ്ദേഹം കേട്ടുകേൾവി പോലുമില്ലാത്ത ആ ലീഗിനെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തിക്കുന്നുണ്ട്. മറ്റു യൂറോപ്യൻ താരങ്ങൾക്ക് സൗദിയിലേക്കുള്ള വഴികാട്ടിയായി. തന്റെ 40 പ്രായത്തിലും അസാമാന്യ ഫിറ്റ്നസും ഗോൾ വേട്ടയും തുടരുന്ന റൊണാൾഡോ സൗദി പ്രോ ലീഗിനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് അനിശ്ചിതത്വങ്ങളും പേറി സൗദിയിലെ പന്താട്ടത്തിനും ചോദ്യചിഹ്നങ്ങൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. 2003 തന്റെ കൗമാരപ്രായത്തിൽ പോർച്ചുഗൽ ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ പോർച്ചുഗീസ് ഫുട്ബോളിന്റെ വിധി തന്നെ മാറ്റിയെഴുതാനാണ് താൻ വന്നതെന്ന് ലോകം റൊണാൾഡോയെ തെളിയിച്ചു. ഫുട്ബോൾ ചരിത്രത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് ഇന്നും അദ്ദേഹത്തിന്റെ പേരിലാണ്. പോർച്ചുഗലിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരമെന്ന ബഹുമതിയും മറ്റാർക്കുമല്ല. 5-ലധികം ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് നേട്ടം അയാൾക്കുണ്ട്. റൊണാൾഡോയുടെ പോർച്ചുഗൽ കരിയറിലെ ഏറ്റവും വൈകാരികവും അഭിമാനകരവുമായ നിമിഷം 2016 യൂറോ കപ്പ് വിജയമായിരുന്നു. ഫൈനലിൽ പരിക്കേറ്റ് മൈതാനത്തിന് പുറത്തു പോകേണ്ടി വന്നെങ്കിലും ടച്ച് ലൈനിൽ നിന്ന് ഒരു പരിശീലകനെ പോലെ തന്റെ സഹതാരങ്ങൾ ആവേശം കൊള്ളിച്ച അദ്ദേഹത്തിന്റെ ആ ചിത്രം ഇന്നും ആരാധകർക്ക് മറക്കാനാകില്ല. പോർച്ചുഗലിന് ആദ്യമായി ഒരു അന്താരാഷ്ട്ര കിരീടം നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. പിന്നീട് 2019 ആദ്യമായി നടന്ന യുവേഫ നേഷൻസ് ലീഗ് കിരീടവും അദ്ദേഹം തന്റെ രാജ്യത്തിന് നേടിക്കൊടുത്തു. 2025 യുവേഫ നേഷൻസ് ലീഗുമടക്കം അയാൾ പോർച്ചുഗലിലേക്ക് വീണ്ടും കിരീടമെത്തിക്കുന്നുണ്ട്. 2022 വേൾഡ് കപ്പ് എങ്ങനെയാണ് ഒരു ഫുട്ബോൾ ആരാധകൻ മറക്കുക? അയാൾ ഒറ്റപ്പെട്ടു പോയ ഒരു വേൾഡ് കപ്പായിരുന്നു അത്. പരിശീലകരോ സഹതാരങ്ങളോ അയാളെ കാണാതെ പോയി. അയാൾ നെയ്തുണ്ടാക്കിയ സാമ്രാജ്യത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കും വിധമായിരുന്നു കാര്യങ്ങൾ. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി സ്റ്റേഡിയം വിടുന്ന റൊണാൾഡോയുടെ മുഖം ഇന്നും ഓരോ ആരാധകന്റെയും മനസ്സിൽ വിങ്ങുന്ന ഓർമ്മയായി അവശേഷിക്കുന്നുണ്ടാകും. ഇല്ല റോണോ, ഇവിടെ കൊണ്ടൊന്നും നിങ്ങളുടെ കളിയഴകുകൾ അവസാനിച്ചിട്ടില്ല. പ്രായം തളർത്താത്ത പോരാളിയായി നിങ്ങൾ പോരാടുമ്പോൾ ഇന്നും പ്രതീക്ഷകൾ ഏറെയാണ്. ഫുട്ബോൾ ലോകത്തിന്റെ ചക്രവർത്തി, കഠിനാധ്വാനത്തിന്റെ പര്യായം, പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട് കൊടുമുടികൾ കീഴടക്കിയ പോർച്ചുഗീസ് നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. മാഞ്ചസ്റ്ററിൽ ആവേശമായും മാഡ്രിഡിലെ വിസ്മയമായും ഇറ്റലിയിലെ കരുത്തായും ഇപ്പോൾ സൗദി അറേബ്യയിലെ നക്ഷത്രമായും താങ്കൾ ജ്വലിച്ചു നിൽക്കുകയാണ്. പ്രായം വെറും ഒരു അക്കം മാത്രമാണെന്നും നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏതൊരു സ്വപ്നവും കീഴടക്കാമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത താങ്കൾ വെറുമൊരു കാൽപന്താട്ടക്കാരൻ മാത്രമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്നും ഒരു പ്രചോദനമാകുന്ന വ്യക്തിത്വം കൂടിയാണ്. മൈതാനത്ത് താങ്കൾ തീർക്കുന്ന ഓരോ ഗോളും, താങ്കൾ സ്വന്തം പേരിൽ കുറിക്കുന്ന ഓരോ റെക്കോർഡും ഫുട്ബോൾ ചരിത്രത്തിലെ തങ്കലിപികളാണ്. ആ 7-ാം നമ്പർ ജേഴ്സിയിൽ ഇനിയും ഒരുപാട് മാന്ത്രിക നിമിഷങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.